this Bible study, and we have been studying from the book of James for a long time, and I hope that was a blessing to all of you. And today, as we come to the last part of this book, my prayer is that you would be truly blessed. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ഓർത്തപ്പെടുത്തുകയും ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് യാക്കോബിൻ്റെ ലേഖനം ഇങ്ങനെ പഠിക്കുവാൻ തക്കോണം കർത്താവ് അവസരം തന്നുവല്ലോ. ഇന്ന് രാത്രിയിൽ നമ്മളിതിൻ്റെ അവസാന ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്, 5-ാം അധ്യായത്തിലേക്ക് വന്നിരിക്കുകയാണ്. പ്രാർത്ഥനയെക്കുറിച്ച് അപ്പോസ്തലനായ യാക്കോബ് പറയുന്ന ഭാഗമാണ്. ഞാൻ ഒരുപക്ഷെ ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യുന്നതിന് വേണ്ടി പറയട്ടെ. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ അതുമൂലം ഒരുവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം, പ്രാക്ടിക്കലായിട്ടുള്ള ചേഞ്ചസ്, ഇത് യാക്കോബിൻ്റെ ലേഖനത്തിൽ മുഴുവൻ അത് പ്രതിപാദിച്ചിരിക്കുന്നു. യാക്കോബ് ഈ ലേഖനം ദൈവജനത്തിന് എഴുതുമ്പോൾ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ, അതായത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അത് നിർജീവമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഒരുവൻ്റെ ജീവിതത്തിൽ വന്നു കഴിയുമ്പം അത് അവൻ്റെ പ്രവൃത്തിയിലെല്ലാം കാണുവാൻ തക്കോണം സാധിക്കും. അപ്പം ഈ ഒരു പ്രമിസാണ് താൻ ത്രൂ ഔട്ട് പറയുന്നത്. ഇത് ശരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം കൂടാ. കാരണം നമ്മളീ പ്രവൃത്തി ഉണ്ടോ എന്നുള്ളത് നോക്കിയാൽ നമ്മുടെ വിശ്വാസം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കും, നമുക്ക് മെഷർ ചെയ്യുവാൻ തക്കോണം സാധിക്കും. യാക്കോബ് അപ്പോസ്തലൻ വിവിധ തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. മനുഷ്യൻ പരീക്ഷയിൽ അകപ്പെടുമ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രതിസന്ധിയിലൂടെ പോകുമ്പോഴെങ്ങനെയാണ്, മറ്റുള്ളവരോടുള്ള ഇടപാടിൽ നമ്മൾ എങ്ങനെയായിരിക്കണം, നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും പ്രതിപാദിച്ച് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ കഷ്ടത അനുഭവിക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമെന്നും, അതുപോലെ സുഖത്തിൻ്റെ അനുഭവത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ സ്തുതി പാടുന്നവരായിരിക്കണം, അല്ലെങ്കിൽ സ്തോത്രം പറയുന്നവരായിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ, പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പഠിക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നു. അപ്പം ഇന്ന് നമ്മൾ അതിൻ്റെ 14, 15 ഒന്ന് ഓടിച്ചു വായിച്ച ശേഷം നമ്മൾ പ്രധാനമായിട്ടും 16 മുതലുള്ള വാക്യങ്ങളാണ് ശ്രദ്ധിക്കുവാൻ പോകുന്നത്. നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ, മുമ്പേ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്, കഷ്ടം അനുഭവിക്കുന്നവൻ. ഇത് രണ്ടും വേർതിരിച്ചാണ് യാക്കോബ് അപ്പോസ്തലനിലൂടെ പറയുന്നത്. അപ്പം കഷ്ടം അനുഭവിക്കുന്ന ആൾ എല്ലാ മറ്റ് കഷ്ടങ്ങളെയും കുറിച്ചുമാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവൻ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ടത് പറയുവാൻ തക്കോണം ഇടയായി തീർന്നു. ഒരു ദൈവ പൈതൽ സഭയിലെ മൂപ്പനെ വിളിച്ച്, അല്ലെങ്കിൽ മൂപ്പന്മാരെ ആളയച്ചു വരുത്തി പ്രാർത്ഥിക്കുമ്പോൾ താൻ യഥാർത്ഥത്തിൽ ദൈവവചനത്തെ പൂർണ്ണമായിട്ടും കൈക്കൊണ്ടതിൻ്റെ, അല്ലെങ്കിൽ ദൈവവചനം പറയുന്ന കാര്യം അത് ഏറ്റെടുത്തതിൻ്റെ ഒരു സൈനാണ്. അപ്പം അത് നിശ്ചയമായിട്ടും ദൈവവചനം ആധികാരികമാണ് എൻ്റെ ജീവിതത്തിൽ എന്ന് ഒരു യേശുക്രിസ്തുവിൽ വിശ്വാസമുള്ള ഒരു ദൈവപൈതൽ പറയുന്നൊരു കാര്യം കൂടാ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. അപ്പം ഇത് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ നിശ്ചയമായിട്ടും 100% എല്ലാ രോഗങ്ങൾക്കും ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകുമോ എന്നൊരു ചോദ്യം നമ്മുടെ ഹൃദയത്തിനകത്ത് കടന്നു വരാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. അപ്പം വിശ്വാസത്താൽ ഉള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സൗഖ്യമാകും, അല്ലെങ്കിൽ സൗഖ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടല്ല, കർത്താവിലുള്ള ആ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നാൽ അത് ഒരു ബ്ലാങ്കറ്റ് പ്രോമിസാക്കി നമുക്ക് എപ്പോഴും എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവഹിതം മറ്റൊന്നാണെങ്കിൽ, ആ മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം മറ്റൊന്നാണെങ്കിൽ നിശ്ചയമായിട്ടും അത് വേറൊരു തലത്തിലേക്കായിരിക്കും പോകുന്നത്. കാരണം ആ അനുഭവത്തിലൂടെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചേഞ്ചസ് വരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ആ അർത്ഥത്തിൽ അല്ലെങ്കിൽ ആ അനുഭവത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചിലത് ദൈവത്തിന് ചെയ്തെടുക്കാനുണ്ടെങ്കിൽ
Of course there will be delays, of course there will be waiting time, of course there will be, no answer at that point. നമ്മൾ എല്ലാ കാര്യത്തിലും അങ്ങനെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. അപ്പം നിശ്ചയമായിട്ടും ഇത് പറഞ്ഞിരിക്കുന്നത് ഒരു ബ്ലാങ്കറ്റ് പ്രോമിസ് അല്ലെങ്കിൽ ഒരു ബ്ലാങ്ക് പ്രോമിസ് എന്ന വണ്ണം, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ എല്ലായിടത്തും ഇത് ആപ്ലിക്കബിൾ ആണ് എന്നുള്ള വേയിൽ നമുക്ക് പറയുവാൻ തക്കണം സാധ്യമല്ല. എന്നാൽ താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. അപ്പം ഈ രോഗശാന്തിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം കാരണത്താൽ രോഗങ്ങൾ വരാം. ഞാനതിനെ കാണുന്നത് ഇപ്രകാരമാണ്. ഒന്ന്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ശരീരത്തിൽ രോഗം വരാനുള്ള കാരണം അവൻ പാപമുള്ള ഒരു ശരീരത്തിൽ വസിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ഈ ഭൂമിയിൽ വസിക്കുന്ന ഉടനെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ, ഒരുപക്ഷെ അവൻ്റെ ആഹാര രീതികൾ കൊണ്ടോ, ഒരുപക്ഷെ അവൻ താമസിക്കുന്ന സ്ഥലത്തുള്ള പ്രത്യേകതകൾ കൊണ്ടോ, ഒരുപക്ഷെ നാച്ചുറലായിട്ടുള്ള മറ്റേതെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടോ അദ്ദേഹത്തിന് രോഗമുണ്ടാകാം. വേറൊരു രീതിയിൽ രോഗം വരാവുന്നത് പാപം ഒരുവനിൽ രോഗം കൊണ്ടുവരാൻ സാധിക്കും. പാപാവസ്ഥയിൽ കർത്താവ് ഭൂമിയിലായിരുന്ന സമയത്ത് കർത്താവ് ചിലരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അവരെ സൗഖ്യമാക്കിയ ശേഷം ഇനി നീ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. കാരണം ആ പാപമായിരുന്നു അവൻ്റെ രോഗത്തിന് കാരണമായി തീർന്നത്. ഇനി വേറൊരു കാര്യമുണ്ട്, പൈശാചികനായിട്ടുള്ള അല്ലെങ്കിൽ പിശാചിന് നമ്മുടെ ജീവിതത്തിൽ രോഗം കൊണ്ടുവരാൻ സാധിക്കും, നമ്മളെ ടോർമെന്റ് ചെയ്യുവാൻ തക്കണം സാധിക്കും. അപ്പം ഈ 3 അവസ്ഥകളിൽ നമ്മുടെ ജീവിതത്തിൽ രോഗം വരാം. എന്നാൽ പാപസംബന്ധം വരുന്ന ഒരു രോഗമാണെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അതിന് വിടുതൽ ലഭിക്കും, നിശ്ചയമായിട്ടും ലഭിക്കും. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുക, നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കുറവുള്ള ആളുകളാണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ പാപമില്ലാത്തവരല്ല. ചില ആളുകളെങ്കിലും ചിന്തിക്കും അവരുടെ ജീവിതത്തിൽ യാതൊരു പാപവുമില്ല, അവർ പാപം ചെയ്യുന്ന ആളുകളല്ല എന്നവർക്ക് തോന്നും. അത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ഈ പഠിപ്പിക്കുന്ന എൻ്റെ ജീവിതത്തിലും പാപമുണ്ട്. ഞാൻ പറയാം, കർത്താവ് ഭൂമിയിലായിരുന്ന സമയത്ത് കർത്താവിൻ്റെ അരികിൽ വന്ന് ആളുകൾ കടന്നു വന്ന ശേഷം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഗുരു, ഏറ്റവും വലിയ കൽപ്പന ഏതാണ്? ദൈവവചനത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഏതാണ്? കർത്താവ് പറയുവാൻ തക്കോണം ഇടയായി തീർന്നു, നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കണം. ലവ് യുവർ ഗാഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്, വിത്ത് ഓൾ യുവർ മൈറ്റ്, വിത്ത് ഓൾ യുവർ സ്ട്രെങ്ത്, ആൻഡ് ഓൾസോ ലവ് യുവർ നെയ്ബർ ആസ് തൈസെൽഫ്. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. നമ്മൾ കർത്താവിന് യോഗ്യമാവണ്ണം സ്നേഹിക്കുന്നുണ്ടോ? നമ്മൾ സ്നേഹിക്കുന്നില്ലെന്നല്ല, പക്ഷെ കർത്താവിൻ്റെ യോഗ്യതയ്ക്കനുസരിച്ച് നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? കർത്താവിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടോ? നിശ്ചയമായിട്ടും അതിൻ്റെ ഉത്തരം നോ എന്നായിരിക്കും. നമ്മുടെ അയൽക്കാരൻ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടമുള്ള ആളുകൾ, നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന ആളുകളെല്ലാം നമ്മെപ്പോലെ സ്നേഹിക്കാറുണ്ടോ? നമ്മൾ പലപ്പോഴും ആ കാര്യത്തിൽ വീഴ്ചയുള്ളവരായിട്ടാണ് തീരുന്നത്. ഇനി അതുപോലെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ലോകമെങ്ങും പോയി സാക്ഷികളാകാൻ പറഞ്ഞിട്ടുണ്ട്, ശിഷ്യന്മാരെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതുവല്ലം ചെയ്യുന്നുണ്ടോ? നമ്മൾ അവിടെയും ഫെയിലായി. കർത്താവ് പറയുക, നിന്റെ ശത്രുക്കൾക്ക് അവന് വിശന്നാൽ നീ തിന്നാൻ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. നമ്മൾ അത് ചെയ്യുന്നുണ്ടോ? നമ്മൾ പിന്നെ അവനെന്തെങ്കിലും ദോഷം ചെയ്യാനേ നോക്കത്തുള്ളൂ. കർത്താവ് പറയുക, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വിചാരപ്പെടാതിരിക്കാറുണ്ടോ? നമ്മൾ വിചാരപ്പെടുന്നുണ്ട്. കർത്താവ് പറയുന്നു, നമ്മുടെ ഒരു ചെള്ളയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ചെള്ള കാണിച്ചു കൊടുക്ക് എന്ന് പറയുന്നുണ്ട്. ഡു വി ഡു ദാറ്റ്? നമ്മൾ പലപ്പോഴും കർത്താവിൻ്റെ കൽപ്പനകളെല്ലാം ലംഘിക്കുന്നവരായിട്ട് തീരാറുണ്ട്. കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ലംഘിക്കുന്ന ആളുകളായിട്ട് നമ്മൾ തീരാറുണ്ട്. നമ്മളോട് പറഞ്ഞേക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരെ ഇങ്ങനെ ചെയ്യണം, മറ്റുള്ളവരെ പോലെ ആകരുത്, ജൽപ്പനം ചെയ്യുന്നവരാകരുത്. നമ്മൾ പലപ്പോഴും ജൽപ്പനം ചെയ്യുന്നവരായിട്ടാണ് തീരുന്നത്. കർത്താവ് നമ്മളോട് പറഞ്ഞേക്കാണ്,
നിങ്ങൾ ഉപവസിക്കുമ്പം വളരെ പാടുപെട്ടാണ് നമ്മൾ ഉപവസിക്കുന്നത്. നമ്മൾ ഉപവസിക്കുന്നവണെ നമ്മൾ നോട്ടീസൊക്കെ അടിച്ച് ഉപവാസ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലുമൊക്കെ പേരിനുള്ള ഉപവാസങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നു. ഇനി നിങ്ങൾ സമയം കിട്ടുമ്പം മത്തായിയുടെ സുവിശേഷവും മർക്കോസിൻ്റെയും ലൂക്കോസിൻ്റെയും യോഹന്നാൻ്റെ ഒക്കെ സുവിശേഷം വായിച്ച് നോക്കുമ്പോൾ കർത്താവിൻ്റെ വാക്കുകളെല്ലാം കേൾക്കാൻ പറ്റും. ആ വാക്കുകളിലൂടെ ഒക്കെ നമ്മൾ പോയാൽ നമ്മളെല്ലാവരും കുറവുള്ള ആളുകളാണ്. ദൈവവചനത്തിലെ കൽപ്പനകൾ നിരന്തരം നമ്മൾ ലംഘിക്കുന്ന ആളുകളാണ്. ഇന്ന് നിങ്ങൾ എന്നെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മളെല്ലാവരും നമ്മളൊന്ന് ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ട്. നമ്മളോട് പറഞ്ഞേക്കാണ് പുതിയ മനുഷ്യനെ ധരിക്കണം, ദയയും മനസ്സലവും കരുണയും ഒക്കെ ഉള്ള ആ പുതിയ മനുഷ്യനെ നമ്മൾ ധരിക്കണം. കോപം, ക്രോധം, ഈ വക കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മാറി നിൽക്കണം. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒത്തിരിയും പാപങ്ങൾ ഏറ്റുപറയാനുണ്ട്, നിശ്ചയമായിട്ടുമുണ്ട്. അപ്പം ദൈവസന്നിധിയിൽ നമ്മൾ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഒരുവനോട് നമ്മൾ അന്യോന്യം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നത് ഏറ്റവും നല്ലത്. ദാറ്റ് വിൽ മേക്ക് us അക്കൗണ്ടബിൾ ടു. അതിന് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം, കർത്താവെ, ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപം എന്നോട് ക്ഷമിക്കണമെന്ന് ഒറ്റയടിക്ക് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് നമ്മൾ അതിൽ നിന്നും മുക്തി നേടി എന്ന് നമ്മൾ ചിന്തിക്കുന്നു. പലപ്പോഴും നമ്മുടെ കുറവുകളെ കണ്ടുണരാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. പാപം മൂലം നമ്മുടെ ജീവിതത്തിൽ രോഗം കടന്നു വരാം. കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 11 അധ്യായത്തിനകത്ത് വരുമ്പോൾ ആ സഭയിലുള്ള ആൾക്കാർ കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിൽ അവര് കർത്താവിൻ്റെ ശരീരത്തെ വിവേചിക്കുന്നില്ല. പേഴ്സണൽ പാപത്തെക്കുറിച്ചല്ല അവിടെ പറഞ്ഞേക്കുന്നത്, ശരീരത്തെ വിഭജിക്കുന്നില്ല. സഭയ്ക്കകത്ത് അവര് ഡിവിഷൻസ് ഉണ്ട്, സഭയ്ക്കകത്ത് കേസ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, സഭയ്ക്കകത്ത് അന്യോന്യം ദുഷിക്കുന്ന ആൾക്കാരുണ്ട്, സഭയ്ക്കകത്ത് പാപം വെച്ച് പൊറിപ്പിച്ചു പോകുന്ന ആളുകളുണ്ട്, സഭയ്ക്കകത്ത് ഓരോ പക്ഷം ചേർന്ന് നിൽക്കുന്ന ആളുകളുണ്ട്. ഇവരോടെല്ലാം കർത്താവിൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അപ്പോസ്തലനായ പൗലോസ് പറയുക, നിങ്ങൾ ക്രിസ്തുവിൻ്റെ സഭയെക്കുറിച്ച് വിചാരിക്കുന്നില്ല. നിങ്ങൾ ചിലരെ ഉയർന്നവരായിട്ട് കാണുന്നു, ചിലർ താഴ്ന്നവരായിട്ട് കാണുന്നു. ഇങ്ങനെയുള്ള ഡിവിഷൻസ് എല്ലാം ഉണ്ട്. ഇത് നിമിത്തം പലരും എന്തോ ആയിത്തീരും? രോഗികളായിത്തീരും. ഇതുകൊണ്ട് ചിലര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. പാപം നമ്മുടെ ജീവിതത്തിൽ വലിയ ദോഷം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പം ഇവിടെ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. നമ്മളിലുള്ള കുറവുകൾ നമ്മൾ മനസ്സിലാക്കി ദൈവസന്നിധി കടന്നു വന്ന് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പം ഒരാളൊരു കാര്യം പറഞ്ഞു, അയ്യോ ഇയാൾ ഇത്രയും വലിയ പാപിയായിരുന്നു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൻ്റെ ആവശ്യമില്ല. കാരണം വലിയ വലിയ കൽപ്പനകളെല്ലാം ലംഘിച്ചിട്ടാണ് നമ്മളിരിക്കുന്നത്. കാരണം നമ്മൾ വെച്ചേക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് വലിയ പാപം എന്ന് പറയുന്നത് മറ്റെന്തൊക്കെയോ. പക്ഷെ കർത്താവിൻ്റെ വാക്കുകൾ നമ്മൾ നോക്കുമ്പം വലിയ കൽപ്പന ലംഘിക്കുന്നതാണ് വലിയ പാപം. സ്നേഹമില്ലായ്മ എന്ന് പറയുന്നത് ഏറ്റവും വലിയ പാപമാണ്. നമുക്കൊരാളെ വേണ്ടവണ്ണം സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും പാപമാണ്, ഏറ്റവും വലിയ പാപം. നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ പാപമാണ്. കാരണം നമ്മൾ ക്ഷമ ലഭിച്ച ആളുകളാണ്. അപ്പം നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന് മടിയുള്ള ആളുകളായിരിക്കരുത്. നിങ്ങൾ രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നീതിമാന്റെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന. ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത് ഇങ്ങനെ, ദ സപ്ലിക്കേഷൻ ഓഫ് എ റൈച്ചസ് മാൻ, ദ ബ്രോക്കൺ ക്രൈ ഓഫ് എ റൈച്ചസ് മാൻ. Somebody who is so diligent and earnest in his prayer. വളരെ ഏണസ്റ്റായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാൾ, അങ്ങനെയുള്ള നീതിമാന്റെ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അപ്പം നിശ്ചയമായിട്ടും നമ്മൾ ഇത് ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. പ്രാർത്ഥനയുടെ വിവിധ തലങ്ങളെക്കുറിച്ചായി പറഞ്ഞേക്കുന്നത്.
ഒന്ന്, നമ്മൾ കഷ്ടം അനുഭവിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു. കർത്താവേ, ഇതിൻ്റെ നടുവിൽ എൻ്റെ പ്രത്യാശ നഷ്ടപ്പെടുവാനിടയാകരുത്, എൻ്റെ സന്തോഷം നഷ്ടപ്പെടാനിടയാകരുത്. ഇതിലൂടെ കടന്നു പോകാനാണ് അങ്ങ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് ആവശ്യമായിട്ടുള്ള ബലം തരണം. അതിൻ്റെ നടുവിൽ സമാധാനം എനിക്ക് നഷ്ടപ്പെടരുത്. എൻ്റെ വിശ്വാസം വർദ്ധിക്കണം. എന്നിൽ അങ്ങ് ഉദ്ദേശിക്കുന്ന ക്വാളിറ്റികളെല്ലാം ഉണ്ടാകണം. ഇനി അതല്ല, ഇത് സൗഖ്യമാകാനാണ് അങ്ങ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കർത്താവെ, ഞാൻ ഹ്യൂമിലിറ്റി ഉള്ളവനായിരിക്കുവാൻ ഇടയാകണം. ഞാൻ ഇതിൻ്റെ നടുവിൽ ഒരു കാരണവശാലും എൻ്റെ ജീവിതത്തിൽ ശത്രു കൊണ്ടുവരുന്ന അവൻ്റെ വഴികളിൽ വീഴാതിരിക്കാൻ എന്നെ സൂക്ഷിക്കണമേ കർത്താവെ. എൻ്റെ നാവിനെ സൂക്ഷിക്കുവാൻ ഇടയാകണമേ. ഇതൊക്കെ നമ്മൾ കഷ്ടം അനുഭവിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സുഖം അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. കർത്താവെ, എനിക്ക് തന്ന നന്മകൾക്കായി സ്തോത്രം. അതും പ്രാർത്ഥനയുടെ ഭാഗമാണ്. ദീനമായി കിടക്കുമ്പം നമ്മൾ അടുത്തൊരു വേറൊരു ലെവലിലേക്ക് വന്നിരിക്കുക. സഭയിലെ മൂപ്പന്മാരെ വരുത്തുക, ആളയച്ച് വരുത്തുക, എന്നിട്ട് അവർ പ്രാർത്ഥിക്കട്ടെ. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം നമ്മളെ എഴുന്നേൽപ്പിക്കുന്നതും നമ്മളെ സംരക്ഷിക്കുന്നതും നമ്മുടെ പാപം ക്ഷമിക്കുന്നതും എല്ലാം കർത്താവാണ്. അപ്പം തമ്മിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക. അപ്പം ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞേക്കുന്ന ഒരു കാര്യം, ഇത് പ്രാർത്ഥന ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവിടെ പറഞ്ഞു നീതിമാന്റെ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അപ്പം ഇനി നീതിമാനല്ലെങ്കിലോ? എന്നിൽ ഈ പല കുഴപ്പങ്ങളും ഉണ്ട്. അപ്പം അതുകൊണ്ട് ഒരുപക്ഷെ എൻ്റെ പ്രാർത്ഥന, ഞാൻ കുഴപ്പക്കാരനായതുകൊണ്ട് ഒരുപക്ഷെ കർത്താവ് കേൾക്കത്തില്ലായിരിക്കാം എന്നൊരുവൻ ചിന്തിക്കാം. അല്ലെങ്കിൽ വലിയ വലിയ പ്രാർത്ഥനക്കാരുടെയൊക്കെ പ്രാർത്ഥനയൊക്കെ കർത്താവ് കേൾക്കും. നമ്മളെപ്പോലുള്ള പാവങ്ങളുടെ പ്രാർത്ഥന ഒരുപക്ഷെ കർത്താവ് കേൾക്കത്തില്ല. എന്നിൽ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കർത്താവ് ഈ കാര്യങ്ങൾ കേൾക്കത്തില്ല എന്നൊരാൾ ചിന്തിച്ചേക്കാം. അതിനുള്ള മറുപടിയായി ഈ അടുത്ത കാര്യത്തിൽ പറഞ്ഞേക്കുന്നത്, ഏലിയാവ് നമുക്ക് സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായി ഏലിയാവ് എന്ന് പറയുന്ന വ്യക്തി പഴയ നിയമത്തിലെ വളരെ ശക്തനായിട്ടുള്ള ഒരു പ്രവാചകനാണ്. നമുക്കെല്ലാവർക്കും അറിയാം. താന് ഇവിടെ പറഞ്ഞേക്കുന്ന മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. അപ്പം നമ്മൾ ഏലിയാവിനെ കുറിച്ച് ചിന്തിക്കുമ്പം നമ്മുടെ ഹൃദയത്തിനകത്ത് കടന്നു വരുന്ന ഒരു ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, അയ്യോ, ഏലിയാവിൻ്റെ കൂട്ട് ശക്തിയുള്ള ഒരു പ്രവാചകൻ ഈ കാലയളവിലില്ലല്ലോ. ദൈവവചനം ഏലിയാവിനെയും മോശയും ഒക്കെ കാണുന്നത് വലിയ വലിയ പ്രവാചകനായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ വലിയ പ്രവാചകരായിട്ടാണ് കാണുന്നത്. കർത്താവുമായിട്ടുള്ള അത്രയ്ക്കടുത്ത ബന്ധത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ചിരുന്ന പ്രവാചകനായിട്ടാണ് ഏലിയാവിനെ കാണുന്നത്. അപ്പം അവരുടെ പ്രാർത്ഥന കേട്ടു. ഞാനും അവരുമായിട്ട് കമ്പയർ ചെയ്യുവാൻ തക്കവണ്ണം ഞാൻ എന്താ ഉള്ളത്, ഒന്നുമില്ല എന്ന് ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു ചിന്ത ഒരുവൻ്റെ ഹൃദയത്തിനകത്ത് വരാം. അപ്പം ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ ആ കാര്യം ഒന്നുകൂടെ തെളിച്ച് പറയുകയാണ്. ഏലിയാവ് നമുക്ക് സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. Elijah was a man of like passions with us. അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ കൂട്ടമുള്ള ഒരാളായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഴപ്പങ്ങളെല്ലാം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ദേഷ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ദേഷ്യമുള്ള ആളായിരുന്നു. അത് പ്രകടിപ്പിച്ച ആളായിരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം അത് പ്രകടിപ്പിച്ചു. ആഹാവുമായിട്ടുള്ള സംഭാഷണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, അത് വല്ലാത്ത രീതിയിൽ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു സംസാരമാണ്. നീയും നിന്റെ അപ്പനുമാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രാജാവിൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയുന്നത് വളരെ ഹാർഷായിട്ടുള്ളൊരു ടോക്കാണ്. അതുപോലെ തന്നെ അദ്ദേഹം നമ്മൾ ഏലിയാവായതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഓക്കെ എന്ന് വിചാരിക്കാറുണ്ട്. എന്നാലും ഒന്ന് ചിന്തിച്ച് നോക്കിയേ, യാഗം നടക്കുന്ന സമയത്ത് അവരെ കളിയാക്കുന്ന ആളായിരുന്നു. അവരോട് പറഞ്ഞു, ഒരുപക്ഷെ നിങ്ങളുടെ ദൈവം വെളിയിൽ പോയേക്കുമായിരിക്കും, മീനിങ് പ്രോബ്ലി ഹാസ് ഗോൺ ടു ദ ബാത്റൂം. നിങ്ങൾ ഈ കിടന്ന് പ്രാർത്ഥിക്കുന്ന അദ്ദേഹം കേൾക്കുന്നില്ലായിരിക്കും. കളിയാക്കുകയാണ് അദ്ദേഹം.
പിന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാം അത്ഭുതങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു. 19-ാമത്തെ അധ്യായത്തിനകത്തേക്ക് വരുമ്പം ഒന്ന് രാജാക്കന്മാർ 19-ാം അധ്യായത്തിനകത്തേക്ക് വരുമ്പം അദ്ദേഹം വളരെ ഭയപ്പെട്ടു. ഇത്രയൊക്കെ കാര്യം ചെയ്ത ഈ മനുഷ്യൻ, ഒരു സ്ത്രീ നാളെ ഈ സമയമാകുമ്പോഴത്തേന് നിന്നെ അവരിൽ ഒരാളെ പോലെ ആക്കിക്കളയുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അദ്ദേഹം ഭയപ്പെട്ടു. അയാൾ ഭയപ്പെടുക മാത്രമല്ല ചെയ്തത്, അയാൾ ഓടുകയും ചെയ്തു. വളരെ ഡിപ്രസ്ഡായി. അദ്ദേഹം ഡിപ്രഷനകത്തൂടെ കടന്നുപോയി. ഡിപ്രഷനകത്തൂടെ കടന്നു പോയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, എനിക്കിനി ജീവിക്കണ്ട. ഹോപ്പ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷൻ. അദ്ദേഹം പറയാം, എനിക്കിനി ജീവിക്കണ്ട. പുള്ളി ഉടനെ കമ്പാരിസൺ തുടങ്ങി. ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാട്ടൊട്ടും നല്ലവനല്ല. ഇനി എൻ്റെ പ്രവൃത്തി നോക്കിയാൽ അങ്ങ് വിധിക്കുന്നെങ്കിൽ ഞാൻ ഒട്ടും നല്ലവനല്ല. അദ്ദേഹം അത് പറഞ്ഞു. ആൻഡ് ഹി വാസ് സൂയിസൈഡൽ. ചത്താ മതി, എങ്ങനെങ്കിലും ചത്താ മതി എന്നുള്ള ചിന്തയായി. പിന്നെ അദ്ദേഹം, കർത്താവ് അതിനൊന്നും മറുപടി പറഞ്ഞില്ല. ഐ ലൈക്ക് ഗാഡ്സ് ഡീലിംഗ് വിത്ത് എലൈജ. ചാപ്പാടും കൊടുത്തിട്ട് പറഞ്ഞു, കയറി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു. ഞാൻ ചില സമയത്ത് ചിലർ ചെയ്യേണ്ട ഇത്രയും കാര്യമുള്ളൂ, വലിയ പ്രശ്നത്തിനകത്തൂടെ പോകുമ്പോൾ നല്ല ആഹാരം വല്ലതും ഒന്ന് കഴിച്ചിട്ട് കയറി കിടന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങുക, പകുതി പ്രശ്നത്തിന് പരിഹാരമാകും. ഒരക്ഷരവും പുള്ളിയൊക്കെ ചോദിച്ചില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം ഓടി, ഹോറേബിലോട്ട് ഓടിച്ചെന്നു. കാര്യം പരാതി പറയാൻ വേണ്ടിയായി ഓടിച്ചെല്ലുന്നത്. ദൈവത്തോട് പരാതി പറയുക. ഞാൻ ഒറ്റ ഒരുത്തൻ മാത്രം ശേഷിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്നും ശ്രദ്ധിച്ചു. ഞാൻ ഒറ്റ ഒരുത്തൻ എന്ന് പറഞ്ഞാൽ ആരും എന്നെ സൈഡ് നിൽക്കുന്നില്ല. ഇതൊക്കെ നമ്മുടെ സഭയ്ക്കകത്തൊക്കെ നമ്മൾ പറയുന്ന പരാതി ഇല്ലയോ? ഒരു കുഞ്ഞും എന്നെ സപ്പോർട്ട് ചെയ്യത്തില്ല. ഞാൻ ഇത്രയൊക്കെ കർത്താവിന് വേണ്ടിയൊക്കെ ചെയ്തേച്ചും എനിക്കാരുടെയും സപ്പോർട്ടൊന്നുമില്ല. എന്നെ ആരും സപ്പോർട്ട് ചെയ്യത്തില്ല, എന്നെ ആരും വകവയ്ക്കുന്നില്ല. ഞാൻ വലിയ അത്ഭുതമൊക്കെ ചെയ്തിട്ട് ഒറ്റ ഒരുത്തനുമില്ല. ഞാൻ ഒരുത്തൻ മാത്രമുണ്ട്. ഈ രാജ്യം മുഴുവൻ അങ്ങേ സൈഡില്ല. ദൈവത്തോട് പരാതി പറയുക. ഇനി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ സ്വഭാവമായിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ. എലൈജ വാസ് എ മാൻ ഓഫ് ലൈക്ക് പാഷൻസ്. നമ്മുടെ കൂട്ടുള്ള ഡിസ്കറേജ്മെൻറ്റും നമ്മുടെ കൂട്ടുള്ള ദേഷ്യങ്ങളും നമ്മുടെ കൂട്ടുള്ള വാശികളും നമ്മുടെ കൂട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു. ഇതെന്തിനാണ് യാക്കോബ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ചില സമയത്ത് നമ്മൾ വിചാരിക്കും, പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, എന്തിനാ പ്രാർത്ഥിക്കുന്നത് എന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് വരും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞേക്കുന്നത്. ഏലിയാവ് നമുക്ക് സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹം പ്രാർത്ഥിച്ചത് വലിയ പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചത്, ചെറിയ കാര്യമല്ല പ്രാർത്ഥിച്ചത്. മഴ പെയ്യരുത്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിച്ചപ്പം അതിനൊരു കാരണമുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കാൻ. ചാടിക്കേറിയൊരു പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥിച്ചതല്ല. കാരണം ദൈവവചനത്തിനകത്ത് ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ അനുഗ്രഹത്തിൻ്റെ കാര്യം പറഞ്ഞിരിക്കുമ്പോൾ, നിങ്ങൾ എൻ്റെ കൽപ്പന അനുസരിച്ച് ഞാൻ പറയുന്ന വാക്ക് കേട്ട് നിങ്ങൾ എൻ്റെ മുമ്പിൽ നടന്നാൽ ഞാൻ നിങ്ങളെ ഇങ്ങനെയൊക്കെ അനുഗ്രഹിക്കും. അപ്പോൾ അതിനകത്ത് പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ് മഴയും നല്ല നല്ല കൃഷിഫലവും അവരുടെ ആടുമാടുകളൊക്കെ വളരെ സമ്പുഷ്ടമുള്ളതായി അല്ലെങ്കിൽ പെരുകി വരുന്ന അവസ്ഥയിലേക്കൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി അനുഗ്രഹങ്ങൾ ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ മേൽ ശാപത്തിൻ്റെ അവസ്ഥ കടന്നു വരും, നിങ്ങൾക്ക് ഞാൻ ആകാശം അടച്ചു കളയും എന്നുള്ള ദൈവത്തിൻ്റെ ആ മാറ്റമില്ലാത്ത വചനത്തെ ഉദ്ധരിച്ചിട്ടാണ് ഏലിയാവ് പ്രാർത്ഥിച്ചത്. മഴ പെയ്യരുത്. കാരണം അദ്ദേഹം അത്രയ്ക്ക് ഡിസ്കറേജ്ഡായി. ദൈവവചനപ്രകാരമാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത്, അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു, ദൈവത്തോട് അപേക്ഷിച്ചു. അപ്പം നമ്മളും പ്രാർത്ഥനയിൽ നമ്മളും മടുത്തു പോകരുത്. ദൈവത്തോട് പറയുവാനുള്ള മനസ്സ് വേണം. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. 3.5 വർഷം ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പം ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ഇത്രയൊക്കെ പ്രശ്നങ്ങളുള്ള മനുഷ്യനായിട്ടും ദൈവത്തിലുള്ള വിശ്വാസത്തിന് തനിക്ക് കുറവൊന്നുമില്ലായിരുന്നു. ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിന് കുറവുകളൊന്നുമില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവവചനമാണെന്നും അത് കർത്താവ് ഒരിക്കൽ പറഞ്ഞാൽ ആ കാര്യം നടക്കുമെന്നും തന്നെ ഹൃദയത്തിനകത്ത് വിശ്വസിച്ചു. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഉടനെ ഒരു കാര്യം ചെയ്യേണ്ട കാര്യം, നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ,
വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നമ്മുടെ ദൈവത്താൽ ഈ കാര്യം സാധ്യമെന്ന് നമ്മൾ ഉറപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോ? എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ഒന്ന്, രോഗത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞേക്കുന്നത്. പാപത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞേക്കുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ അടുത്ത 2 വാക്യങ്ങളിനകത്ത് പറഞ്ഞേക്കുന്നത് ഏതെങ്കിലും ഒരുവൻ തെറ്റിപ്പോകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാനത് പിന്നീട് കുറച്ചും കൂടെ ഡെപ്തിൽ ആ കാര്യം പറയുവാൻ തക്കോണം താല്പര്യപ്പെടുന്നു. അപ്പം നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഞാൻ ഈ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഈ കാര്യം പറയുമ്പോൾ ചില ആളുകളുടെ ധാരണ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിലോട്ട് ചെന്ന് ഒത്തിരിയും കാര്യങ്ങൾ, കർത്താവേ എൻ്റെ ജോലിയുടെ പ്രശ്നം, എൻ്റെ കുഞ്ഞുങ്ങളുടെ പ്രശ്നം, എൻ്റെ ആരോഗ്യ പ്രശ്നം, എൻ്റെ സാമ്പത്തിക പ്രശ്നം, എൻ്റെ അയൽക്കാരുമായിട്ടുള്ള പ്രശ്നം, എൻ്റെ വീട്ടുകാരുമായിട്ടുള്ള പ്രശ്നം, എൻ്റെ സഭക്കാരുമായിട്ടുള്ള പ്രശ്നം. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മൾ പലപ്പോഴും ഈ ഭൂമിയിൽ ഇവിടെ കിടന്ന് കറങ്ങുന്ന കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ ആഗ്രഹം മുഴുവൻ. കൊലോസ്യ ലേഖനത്തിനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മളെ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവൻ്റെ കൂടെ ഇരുത്തിയിരിക്കിയാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. കർത്താവ് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, മുമ്പേ എൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക. കർത്താവേ, എനിക്ക് വേണ്ടത്ര റൈച്ചസ്നെസ് എന്നിലില്ല, എന്നിൽ അതൊന്ന് മാറ്റണം. കർത്താവേ, പലപ്പോഴും ഞാൻ ആക്ട് ചെയ്യുന്നത് വളരെ സെൽഫിഷായിട്ടുള്ള വേയിലാണ്, അതൊന്ന് മാറി കർത്താവെ ഞാൻ ഒരാത്മാവിൻ്റെ ദർശനമുള്ള, ആത്മീയ ദർശനമുള്ള ഒരാളായി തീരണമേ കർത്താവെ. കർത്താവെ, എൻ്റെ അകത്ത് മനുഷ്യനൊന്ന് ബലപ്പെടാനിടയാകണം. ഇതൊക്കെ ഞാൻ പുതിയ നിയമത്തിലെ പ്രാർത്ഥനയായി പറയുന്നത്. കർത്താവെ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ഉയരവും ആഴവും ഒക്കെ മനസ്സിലാക്കാൻ എന്നെ ഇടയാക്കണമേ കർത്താവെ. അങ്ങനെ വിളിച്ചിരിക്കുന്ന വിളിയുടെ ആശയം എന്നതെന്ന് തിരിച്ചറിയുവാൻ എന്നെ ഇടയാക്കണം കർത്താവെ. മറ്റൊരുവനോട് അങ്ങയെക്കുറിച്ച് പറയുവാൻ എനിക്ക് ബലം തരണമേ കർത്താവെ. എനിക്ക് അതിനുള്ള വാക്കുകൾ തരണമേ കർത്താവെ. എനിക്ക് ഈ പാപ സ്വഭാവമുണ്ട് കർത്താവെ. ഞാൻ ഈ കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കർത്താവെ. ഈ കാര്യത്തിനകത്ത് അങ്ങനെയൊക്കെ നമ്മൾ എത്ര പേര് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ഇനി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവം, പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷനാണ്. നമ്മളിതങ്ങോട്ട് ചെന്ന് ഓടിച്ചെന്ന് ഇത് ടെടേ എന്ന് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു, അത് കഴിയുമ്പോൾ ആമേന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുന്നേറ്റ് പോവുകയല്ല ചെയ്യുന്നത്. നമ്മൾ എത്ര പേര് ദൈവം പറയുന്നത് കേൾക്കാൻ, എത്ര പേര് കർത്താവേ ഞാൻ അങ്ങയുടെ സന്നിധി വന്നിരിക്കുക, അങ്ങനോട് സംസാരിക്കണം. ഐ ടോക്ക്ഡ് ഓൾ ദീസ് തിങ്സ് ടു യു, വുഡ് യു ടോക്ക് ടു മീ? അപ്പം ഈ വക കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മളോട് പറഞ്ഞേക്കുന്നത്, നമ്മൾ പ്രാർത്ഥനയിൽ ജാഗരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇടപെടാതെ പ്രാർത്ഥിപ്പാൻ പറയുന്നുണ്ട്. അപ്പോൾ ജോലി എങ്ങനെയാണ് ചെയ്യുന്നത്? അതിൻ്റെ ഇടയിലെല്ലാം നമ്മുടെ കോൺവെർസേഷനായത്, കർത്താവിനോടുള്ള നമ്മുടെ കോൺവെർസേഷൻ. അപ്പം ഇത് നിശ്ചയമായിട്ടും നമ്മളെ നിലനിർത്തുന്ന, നമ്മുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് രാത്രിയിൽ ഈ വചനം കേട്ട് കഴിഞ്ഞപ്പം നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യാനിടയാകട്ടെ. പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും മടിപ്പുള്ള ആളുകളാണെങ്കിൽ ഇന്ന് മുതൽ ആ പ്രാർത്ഥന തുടങ്ങണം. അത് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്, എവിടെയെങ്കിലും ചെന്നിരുന്ന് കൈകൂപ്പി നമ്മളിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് മാത്രമാണ് പ്രാർത്ഥന എന്നൊരിക്കലും ചിന്തിക്കരുത്. നമ്മുടെ വാക്കുകൾ, അതിനൊരു സ്ഥാനമുണ്ട്. കോർപ്പറേറ്റ് പ്രയറിനൊരു സ്ഥാനമുണ്ട്. പൊതുവിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന രീതികൾക്ക് അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കൊരു രീതിയുണ്ട്. പക്ഷെ നമ്മുടെ കോൺവെർസേഷനകത്ത് നമ്മൾ കർത്താവിനെ ബന്ധപ്പെട്ട്, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ എപ്പോഴും ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ആളുകളായിരിക്കണം. നമ്മുടെ നല്ല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലെ ദോഷകരമായി നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളും നമ്മുടെ സ്ട്രഗിളുകളും നമ്മുടെ സന്തോഷങ്ങളും ഒക്കെ കർത്താവുമായിട്ട് ഷെയർ ചെയ്യുവാനും, കർത്താവിൻ്റെ സന്നിധിയിൽ അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഒരുക്കമുള്ളവരായിരിക്കുവാനും ദൈവം നമ്മളെ ഇടയാക്കട്ടെ. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ കേട്ടതുപോലെ എല്ലാ സിറ്റുവേഷനിലും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും സ്തുതികൾ അർപ്പിക്കുകയും കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ കടന്നു വരികയും പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനകളും
അതുപോലെ ഒരുവന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും, അതുപോലെ തന്നെ ഹല്ലേലൂയ കർത്താവിൻ്റെ നാമം, ഇവിടെ ഏലിയാവിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളായിരുന്നു, കർത്താവിൻ്റെ നാമം അവിടെ ബലപ്പെടണം, അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനകളും ഒക്കെ നമ്മളിൽ നിന്നുണ്ടാകട്ടെ. നിശ്ചയമായിട്ടും ദൈവം അതിനെ നമ്മളെ സഹായിക്കും. ഇന്ന് രാത്രി ഈ കേട്ട വചനം നമ്മളെ ഒന്നുകൂടെ ബലപ്പെടുത്തി കർത്താവിൻ്റെ സന്നിധിയിൽ ഉറപ്പും ധൈര്യമുള്ളവരായി തീരുവാൻ കർത്താവ് നമ്മളെ ഇടയാക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോവുകയാണ്. അതിനുശേഷം നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആൻസർ ചെയ്യുവാനുള്ള സമയമാണ്. ലെറ്റ്സ് ലുക്ക് ടു ദ ലോർഡ് ഇൻ പ്രയർ. Heavenly Father, we come before your throne of grace. We thank you for your Son Jesus. Father, I commit all my hearers in your mighty hand. I pray, God, that you would bless them. Father, I pray that each and every day that they would grow in the likeness of you. I pray, God, that you would strengthen them. Lord, we talked about prayer from your word. I pray, God, that we would be open in our prayer, that we would speak about our weaknesses, that we would communicate our frailties to you, and that, Lord, you would listen to our prayer. And Lord, if there is healing needed in their mind or in their body or in their spirit, that you would heal them. I pray, God, that if there is any situation that warrants, oh Lord, your intervention, that you would give those things, oh Lord. I pray that you would wash us and cleanse us with your precious blood. Lord, there are a lot of things in our lives sometimes, the things of the world, things of the flesh. Many things have contaminated us and it has cost us, oh Lord, trouble and it has cost us our relationship. And I pray, God, that you remove all those things. Give us grace, oh Lord. And I pray, God, that your word would be powerful in the lives of your children. I commit them in your mighty hand. Thank you, Lord, for listening and accepting our prayer. In Jesus' precious name we pray. Amen and amen. Well, God bless you. Thank you so much for tuning in.